ഇനി ആ ഓ എന്നീ ക്രിയാധാതുക്കൾ വന്നാൽ ആ ഓ എന്നീ സ്വരങ്ങളിൽ അവസാനിക്കുന്ന ക്രിയാധാതുക്കൾ വന്നാൽ എന്താണ് വ്യത്യാസം വരുത്തുന്നതെന്ന് നമുക്ക് നോക്കാം. ആ എന്ന സ്വരത്തിൽ അവസാനിക്കുന്നതും ഓ എന്നുള്ള സ്വരത്തിൽ അവസാനിക്കുന്ന ക്രിയാധാതുക്കൾ വന്നാൽ എന്താണ് വ്യത്യാസം വരുന്നത് നോക്കാം. അത് ഇപ്പം ഖാന, ഖ എന്നുള്ള ക്രിയാധാതു ഇത് യാ എ ഈ എന്ന് വരും. യാ പുല്ലിംഗ ഏകവചനത്തിൽ യാ, പുല്ലിംഗ ബഹുവചനത്തിൽ ഏ, സ്ത്രീലിംഗ ഏകവചനത്തിൽ ഈ, സ്ത്രീലിംഗ ബഹുവചനത്തിൽ ഈ എന്ന് വരും. അപ്പം ഖ എന്നുള്ള ധാതു ആ എന്നുള്ള സ്വരം അവസാനം വന്നപ്പോഴേ ഇതെന്തായിട്ട് മാറും? ഖായ, ഖായേ, ബഹുവചനത്തിൽ ഖായേ, ഇവിടെ ഖായി, എന്നാലും ഖായി വരും. ഓരോ കോണം ഇതെല്ലാം സ്വരങ്ങൾ ചേർന്ന ഒരു ചാർട്ടായിട്ട് എഴുതിയിട്ട് പഠിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ എളുപ്പമുണ്ട്. അവിടെ ആകാരാന്തത്തിലും ഓകാരാന്തത്തിലും അവസാനിക്കുന്ന ക്രിയ, ഇപ്പം ഓ ചേർത്ത് ഒരു ക്രിയ സോ, ഉറങ്ങി, സോന ഉറങ്ങുക, സോന ഉറങ്ങുക. ഇവിടെ ഖാന കഴിക്കുക, ഇവിടെ വരുമ്പോൾ എന്തോ കഴിച്ചു എന്നാവും. ഫാസ്റ്റ് വരുമ്പം കഴിച്ചു, ഇവിടെ കഴിക്കുക ആണ്, കഴിക്കുക എന്നുള്ള സാമാന്യ ക്രിയയാണ് കഴിച്ചു എന്ന് ആയത്. ഇത് സോ എന്നുള്ളത് ഉറങ്ങുക, ഉറങ്ങുക. ഇവിടെ യാ വരുമ്പോൾ സോയ, പുല്ലിംഗ ഏകവചനാണെങ്കിൽ സോയ, സോയെ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ കഴിയും. സോയി, സോയി. ഇവിടെ എന്താണ്? ഉറങ്ങുക, ഉറങ്ങി. മനസ്സിലായില്ല? രണ്ടെണ്ണം അകാരാന്ത ക്രിയയാണെങ്കിൽ ആ എ ഈ പഠ, പഠേ, പഠി, പഠി. ഇവിടെ ആകാരാന്തത്തിലും ഓകാരാന്തത്തിലും അല്ലെങ്കിൽ ആ ഓ സ്വരത്തിൽ അവസാനിക്കുന്ന ക്രിയാധാതുക്കളുടെ സാമാന്യ ഭൂതകാല രൂപം യാ എ ഈയും ചേർത്ത് എഴുതുമ്പോൾ അതിന്റെ സാമാന്യ ഭൂതകാല രൂപം കിട്ടും. ഖായ, ഖായേ, ഖായി, ഖായി. സോയ, സോയെ, സോയി, സോയി. അവിടെ നിയമം നിങ്ങളുടെ മനസ്സിലിരിക്കുന്നത് സകർമ്മ ക്രിയയാണെങ്കിൽ കർമ്മത്തിന്റെ ലിംഗവചനം അനുസരിച്ച് എഴുതണം, അകർമ്മ ക്രിയയാണെങ്കിൽ കർത്താവിന്റെ ലിംഗവചനം അനുസരിച്ചും എഴുതണം. ഇനി മൂന്നാമത്തെ നിയമം, ഈ എ എന്നീ സ്വരങ്ങളിൽ അവസാനിക്കുന്ന ക്രിയാധാതുക്കളെ ഇകാരാന്ത്യമാക്കിയതിനു ശേഷം യാ എന്നും പുല്ലിംഗ ഏകവചനത്തിൽ എ എന്നും ഇകാരാന്ത ധാതുക്കൾ സമാന ഭൂതകാല സ്ത്രീലിംഗ ഏകവചനത്തിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. അവിടെ എന്താണ് നോക്കാം. എ എന്നീ സ്വരങ്ങളിൽ അവസാനിക്കുന്ന ക്രിയാധാതുക്കള് പി എന്നുള്ളത് എന്താണ്? ദേ, ദേ. ഇങ്ങനെയുള്ള ക്രിയാധാതുക്കൾ വന്നാല് പുല്ലിംഗ ഏകവചനത്തിൽ പിയ, പിയെ, പി, പി. ഇത് ദേ എന്നുള്ളത് ദിയ, ദിയെ, ദി, ദി എന്ന് പറഞ്ഞാല് ഈകാരാന്തത്തിനെ ഇകാരാന്തമാക്കണം. ഈ നീട്ടിയത് പി എന്നാണ് നമ്മൾ ഉച്ചരിക്കുന്നത്, അതിനെ പി എന്നാക്കണം. ഇതിനെ ദേ എന്നുള്ളതിനെ ഇകാരാന്തമാക്കണം, ദി എന്നാക്കണം. ആക്കിയതിന് ശേഷം യാ എ യാ എ വന്നിട്ട് സ്ത്രീലിംഗ ഏകവചനം വരുമ്പോൾ ക്രിയാധാതു അതുപോലെ എഴുതണം, അതിന് രൂപമാറ്റമൊന്നും വരുന്നില്ല. സ്ത്രീലിംഗ ബഹുവചനം വരുമ്പോൾ അനുസ്വാരം, ഒരു ഡോട്ട്, നമ്മൾ അനുസ്വാരം പഠിച്ചല്ലോ, അനുസ്വാരം ഒരു കുത്ത് കൊടുക്കണം. ഇത് പീന എന്നുള്ളത് കുടിക്കുക, ദേന എന്നുള്ളത് എന്താ? കൊടുക്കുക. നോക്കി, സ്ത്രീലിംഗം പുല്ലിംഗ ഏകവചനമാണെങ്കിൽ എന്തൊക്കെ ചേർക്കുന്നത്? യാ, എ, അവിടെ സ്വരം മാത്രം, അതിൻ്റെ വ്യത്യാസം വരുന്നില്ല. ഇവിടെ ഒരു ഡോട്ടും കൂടെ കൊടുത്താൽ മതി. അപ്പോൾ ഇത് നോക്കാം. ഇവിടെ പുല്ലിംഗ ഏകവചനം, പുല്ലിംഗ ബഹുവചനം, സ്ത്രീലിംഗ ഏകവചനം, സ്ത്രീലിംഗം ബഹുവചനം. ചാർട്ട് എഴുതി നിങ്ങളെ കാണിച്ചു തരുന്നതിനെക്കാഴി നമ്മളിങ്ങനെ എഴുതുമ്പോൾ ഒന്നുകൂടി നിങ്ങളത് ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാകത്തില്ലേ? ചാർട്ട് എഴുതി വെറുതെ പറഞ്ഞു പോയാൽ നീറ്റായിട്ട് എഴുതി അവതരിപ്പിക്കാൻ പറ്റും, പക്ഷേ
മനസ്സിലാകുന്നത് ഞാനിങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ നമുക്കൊന്നുകൂടെ മനസ്സിലാകും. പി എന്നുള്ള ക്രിയാധാതു എന്തായി? പിയ. ഇകാരാന്തമാക്കണം. പിയ. ഈ എന്നുള്ളതിനെ നമ്മൾ ഈ ആക്കി, ദീർഘം ഇയെ ഈ ആക്കിയതിന് ശേഷം പിയ, പിയെ. ഇതിന് ഈ പി എന്നുള്ളതിന് വ്യത്യാസം വരുന്നില്ല. പി അതുപോലെ എഴുതുക. സ്ത്രീലിംഗ ഏകോപനത്തിലെ പി അതുപോലെ എഴുതുക. ഇവിടെ നമ്മളൊരു അനുസ്വാരം കൊടുക്കുക, ഒരു ഡോട്ട് ബിന്ദി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ എഴുതുന്നത്. പീന കുടിക്കുക. നമ്മളെന്താ പറയുന്നത്? ദേന. ഇത് കുടിക്കുക. പാസ്റ്റിലായപ്പോൾ എന്തായി? കുടിച്ചു എന്ന് ആയി. ദേന. ദേ എന്നുള്ള ക്രിയ എന്താണ്? കൊടുക്കുക. അതിപ്പോഴെന്താണ്? ദിയ. ഇകാരാന്തമാക്കണം. ഈകാരാന്തത്തിലും ഏകാരാന്തത്തിലും വരുന്നതിന് ഇകാരാന്തമാക്കിയതിന് ശേഷം ദിയ. ഇവിടെ എ ചേർക്കണം. ദിയെ. ഇവിടെ ദി അതുപോലെ എഴുതിയാൽ മതി. ഇവിടെ ഒരു അനുസ്വാരം, ഒരു ഡോട്ട് കൊടുക്കണം. ഇപ്പോൾ കൊടുക്കുക എന്നുള്ളത് എന്തായിട്ട് മാറി? കൊടുത്തു എന്നായിട്ട് മാറി. അവിടെ അകാരാന്ത ക്രിയകളെ നമ്മൾ എങ്ങനെയാക്കിയത്? ആദ്യം നമ്മൾ ആയാണ്, അതിനെ മാറ്റിയപ്പോൾ എങ്ങനെയാണ്? പഠ, പഠേ, പഠി, പഠിയും. നെക്സ്റ്റ് കായ, കായേ, കായി, കായിയും. ആകാരാന്തത്തിലും ഓകാരാന്തത്തിലും സോയ, സോയെ, സോയി, സോയിയും. ഇവിടെ ഈകാരാന്തത്തിലും ഏകാരാന്തത്തിലും വരുന്നതിനെ ഇകാരാന്തമാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചേർക്കണം? യാ, ഏന്ന് ചേർക്കണം. പിന്നീട് എന്താണ്? അനുസ്വാരം വരുന്ന പിന്നെ സ്ത്രീലിംഗ ഏകോചനത്തിൽ ക്രിയാധാത അതുപോലെ എഴുതുക. സ്ത്രീലിംഗ ബഹുവചനത്തിൽ അനുസ്വാരം ചേർത്ത് എഴുതുക. ഇനി ഈ നമ്മൾ ഏകാരാന്ത ക്രിയകളിൽ വരുന്നത് ദിയ, ദിയെ, ദീ നമ്മൾ കൊടുത്തു. പക്ഷെ ഈ നിയമത്തിനെ അനുസരിക്കാത്ത 2 ക്രിയകളുണ്ട്. ഈ നിയമത്തിന് പാലിക്കാത്ത, ഈ നിയമം അല്ലാതെ എഴുതുന്ന 2 ക്രിയകളുണ്ട്. എന്താണെന്ന് അറിയാമോ? ഇതേ നിയമം ബാധകമല്ലാത്ത 2 ക്രിയകളാണ് സേ, ഖേ. ഇത് രണ്ടും ഈ നിയമത്തിന് അനുസരിക്കാത്ത നിയമം വേറൊരു രീതിയാണ്. ഇതെങ്ങനെയാണെന്ന് അറിയാമോ? സേയ, സേയെ, സേയി, സേയിം എന്ന് വരും. സേയ, സേയിം എന്ന് വരും. ഇവിടെ സ്ത്രീലിംഗ ഏകോചനത്തിൽ ക്രിയാധാതുവിന് യാതൊരു വ്യത്യാസവും വന്നില്ല, അതുപോലെ എഴുതി. പക്ഷേ ഇവിടെ ഈന്ന് തന്നെ പോകും. ഇവിടെ നോക്കി, സേയ തുഴഞ്ഞു എന്നാണ്. സേയ, ഇത് അടയിരിക്കുക. മുട്ട ഇങ്ങനെ അടയിരിക്കുന്നതിനാണ് നമ്മൾ ഖേയ, ഖേ അടയിരുന്നു എന്ന്. സേയ സേ എന്നുള്ള വേർഡ് അടയിരിക്കുക. ഇത് തുഴഞ്ഞു എന്നുള്ള വേർഡാണ്. ഇവിടെ ഖേ എന്നുള്ള വേർഡ് അടയിരിക്കുക. ഇത് ഇത് തുഴഞ്ഞു, അടയിരുന്നു എന്ന് പാസ്റ്റിൽ വരും. സേയ, സേയെ, സേയി. ഇവിടെ ഈന്ന് തന്നെ എഴുതണം. ഇവിടെ സേയി. എന്താണ്? തുഴഞ്ഞു. അടയിരുന്നു. ഖേയ, ഖേയെ. ഏകാരാന്തമാണെങ്കിലും ഇവിടെ അനുസ്വാരം ഈ ഇകാരാന്തമാക്കുന്നില്ല. ഇവിടെ ഈ ക്രിയകളെ ഇകാരാന്തമാക്കി പി ദേ എന്നുള്ളതിന് ഇകാരാന്തമാക്കിയതിന് ശേഷം ഇവിടെ ക്രിയാധാതു അതുപോലെ ഇവിടെ അനുസ്വാരം കൊടുക്കുക. ഇവിടെ സേ ഖേ എന്നുള്ളതിനെ ഇകാരാന്തമാക്കേണ്ട, അതുപോലെ തന്നെ എഴുതുക. ഇതിൻ്റെ നിയമം ഇങ്ങനെയാണ്. ഖേയ, ഖേയെ. ഇവിടെ അനുസ്വാരം മൂലധാതു അല്ല എഴുതുന്നത്, ഈ ചേർത്ത് എഴുതുക. ഇവിടെ അനുസ്വാരം ഇടാതെ അതുപോലെ തന്നെ ഈ ചേർത്ത് ഇവിടെ അനുസ്വാരം കൊടുക്കുക. ഖേയ. ഇതാണ് തുഴഞ്ഞു. ഇങ്ങനെയാണ്. അതിന് ബദലായിട്ട് അത് അനുസരിക്കാത്ത ക്രിയകളുണ്ട്, അത് നിയമത്തെ പാലിക്കാത്ത ക്രിയകളുണ്ട്. അതാണ് ഇത് രണ്ടും ഇങ്ങനെയുള്ള ഏകാരാന്തത്തിൽപ്പെടുന്ന 2 ക്രിയകളാണ്. ഇനി നമുക്ക് അതുപോലെ ഊകാരാന്ത ക്രിയകളുണ്ട്. ഊന്ന് അവസാനിക്കുന്ന ക്രിയകൾ. ഊന്ന് അവസാനിക്കുന്ന ക്രിയകളെയും ചൂന എന്നുള്ള ക്രിയകളെയും അതിനെ ഉകാരാന്തമാക്കിയതിന് ശേഷം ആ, എ, ഈ ചേർത്താൽ മതി. ഇതിനെ ഉകാരാന്താക്കുക. ചൂ എന്നുള്ളതിനെ ചുവാന്നാക്കുക. ചുവ, ചുയെ, ചുയി, സ്പർശിക്കുക, തൊടുക. ഇത് ചൂന, സ്പർശിക്കുക, തൊടുക. ഇവിടെ പാസ്റ്റിൽ വരുമ്പോഴത്തേക്ക് ചുവ, ചുയെ, ചുയി വരുമ്പോഴത്തേക്ക് തൊട്ടു.
സ്പർശിച്ചു എന്നുള്ള അർത്ഥം വരും. അതിൽ ചൂന ഇറ്റ് വീഴുക, ചൂ ചൂ. ഇതും ചുവ ചുയെ ഇറ്റ് വീഴുക എന്നുള്ള അർത്ഥമാണ്. ചുവ ഊ എന്നുള്ളതിനെ ഊ ആക്കണം, ഊകാരത്തിനെ ഉകാരാന്തമാക്കണം. ചുവ ചുയെ ചുയി ചുയി. ഇറ്റ് വീഴുക എന്നുള്ള അർത്ഥമാണ്. ഇറ്റ് വീണു, ഫാസ്റ്റ് ആകുമ്പോൾ വീണു. അപ്പോൾ ഇങ്ങനെയാണ് അന്തത്തിൽ വരുന്ന സ്വരം നോക്കിയിട്ട് സാമാന്യ ഭൂതകാല ക്രിയ എഴുതുന്നത്. ഇതേ രീതിയിലാണ്. ഇനി ഇതിനെ അനുസരിക്കാത്ത ഇനി വേറെ മൂന്ന് ക്രിയകളും കൂടെ ഉണ്ട്. ഈ നിയമത്തിനെ ഒന്നും ബാധകമല്ലാത്ത വേറെ 3 ക്രിയകളോടുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഇത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ജ കർ ഹോ ഇങ്ങനെയുള്ള നിയമത്തിനൊന്നും നമ്മൾ പറഞ്ഞ ഈ നിയമങ്ങൾക്കൊന്നും അനുസരിക്കുന്നതല്ല. അത് നമ്മൾ എഴുതുന്നത് ജ എന്നുള്ളത്, ജ എന്നുള്ള ജാന പോവുക, പോവുക എന്നുള്ളതിൻ്റെ പാസ്റ്റ് വരുമ്പം പുല്ലിംഗ ഏകവചനത്തിൽ ഗേയ, പുല്ലിംഗ ബഹുവചനത്തിൽ ഗേയെ, സ്ത്രീലിംഗ ഏകവചനത്തിൽ ഗേയി, സ്ത്രീലിംഗ ബഹുവചനത്തിൽ ഗേയി എന്നാണ്. ജ അത് നേരെ തിരിഞ്ഞു ഉണ്ടാവും. ജാന എന്നുള്ളത് പോവുക. പ്രസന്റിൽ വരുമ്പോൾ ജാനയാണ്, പോവുകയാണ്. പക്ഷേ പാസ്റ്റിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ പോകും. കർ കർ എന്നുള്ളത് കർ കിയ കിയെ കി കീ ഇങ്ങനെ പോകും. കർന്നുള്ള കർണ എന്ന് ചെയ്യുക എന്നുള്ള ക്രിയ കിയ കിയെ കീ കീ. ഹോന ആവുക, ഉണ്ടായിത്തീരുക, ആവുക എന്നുള്ള ക്രിയ ഹോന എന്നുള്ള ക്രിയ. അത് ഹുവ ആയിത്തീർന്നു. ഹുയെ ഹുയി. നമ്മളെല്ലാം സാധാരണ ഹിന്ദി ടെസ്റ്റുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള വേർഡ്സ് എല്ലാം കാണത്തില്ലയോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ നിയമം. ഇപ്പോൾ ഇത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ടെസ്റ്റിലൊക്കെ കാണുമ്പോഴത്തേക്കും ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകും. ടൈം സൂചിപ്പിക്കാതെ പാസ്റ്റ് ടെൻസിൽ നടന്നു കഴിഞ്ഞു, പക്ഷേ കറക്റ്റ് ടൈം സൂചിപ്പിക്കാതെ വരുന്ന ക്രിയകളാണ് ഇങ്ങനെ വരുന്നതെന്ന് ഇനി നമുക്ക് ടെസ്റ്റുകൾ നോക്കുമ്പോൾ മനസ്സിലാകും. എഴുതാനും കഴിയും, മനസ്സിലാക്കാനും കഴിയും. അപ്പോൾ മനസ്സിലായാലും ഇത്രയാണ് നമുക്ക് ക്രിയാധാതുക്കൾക്ക് വ്യത്യാസം വരുന്ന രൂപങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഇപ്പോൾ എക്സാമ്പിൾസ് കുറച്ച് 2 or 3 എണ്ണയും ഓരോ ക്രിയാധാതുകളോടും നമ്മൾ എഴുതിയിട്ടുള്ള ഇതുപോലെയുള്ള അന്തത്തിൽ വരുന്ന അകാരാന്തത്തിൽ വരുന്നത്, ഇകാരാന്തത്തിൽ വരുന്ന, ഉകാരാന്തത്തിൽ വരുന്ന, ഓകാരാന്തത്തിൽ വരുന്ന ഇങ്ങനെയുള്ള ക്രിയകളാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. ഇതുപോലെയുള്ള വേർഡുകൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ എന്താണ് ഭൂതകാലത്തിൽ വ്യത്യാസം വരുത്തി എഴുതാം. അകാരാന്ത ക്രിയകൾ വന്നാൽ എങ്ങനെയാണ്? ആ എ ഈയും ചേർത്ത് പഠ പഠേ പഠി പഠിയും ചേർത്ത് എഴുതണം. അതുപോലെ ആകാരാന്ത ക്രിയയും ഓകാരാന്ത ക്രിയയും വന്നാൽ യാ എ ഈയും ചേർത്ത് എഴുതണം. അതുപോലെ ഈകാരാന്തവും ഏകാരാന്തവും വന്നു കഴിഞ്ഞാൽ അതിന് ഈകാരാന്തം വാക്കിയതിന് ശേഷം യാ എ പി യാ പി എ പി പി യാ എ ഈയും ചേർത്ത് എഴുതുക. അതുപോലെ ഓകാരാന്ത ക്രിയകൾ വന്നാലും അതിനെ ഉകാരാന്തമാക്കിയതിന് ശേഷം യാ ആ എ ഈയും ചേർത്ത് എഴുതുക. പിന്നീട് നമ്മൾ പഠിച്ചത് ഈ സേയ സേ, അതും ഒരു വ്യത്യസ്ത ക്രിയകളാണ്. സേയും ഖേയും അതിനെ ഇകാരാന്തമാക്കണ്ട. അതിന് നമ്മൾ ഇവിടെ സ്ത്രീലിംഗ ഏകോദരത്തിലും ഈ എന്താണ് മൂലധാതു തന്നെയല്ലേ വരുന്നത്, അവിടെ ഈ തന്നെയാണ്, ഇവിടെ ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നീട് നമ്മൾ പഠിച്ചത് എന്താണ്? ഉകാരോ ജ കർ ഹോ. ഇത് വന്നാലും ഇത് വ്യത്യസ്ത ക്രിയകളാണ്. പാസ്റ്റ് ടെൻസിൽ വരുമ്പോൾ ജ ഗേയ ഗേയെ ഗെയ്യുന്നാവും, കർ എന്നുള്ളത് കിയ കിയെ കീ കീന്നാവും, ഹുവ എന്നുള്ളത് ഹുവ ഹുയെ ഹുയി ഹുയിന്നാവും. ഇത്രയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 2-3 പ്രാവശ്യം ഇതൊന്ന് എഴുതി പഠിക്കുക. ഈ ഓരോ അന്തത്തിലും വരുന്ന ആ നിയമം എഴുതി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വേർഡ്സ് ഏത് വേർഡ് ഏത് അകാരാന്തത്തിൽ വന്നാലും ഏകാരാന്തത്തിൽ വന്നാലും ഈകാരാന്തത്തിൽ വന്നാലും അതിൻ്റെ ഒരു എക്സാമ്പിൾ ഒന്ന് 2-3 പ്രാവശ്യം. ഇപ്പം ജ എന്നുള്ളത് ഗേയ ഗേയെ ഗെയി ഗെയും, പഠ എന്നുള്ളത് പഠ പഠേ പഠി പഠിയും, കർ എന്നുള്ളത് കിയ കിയെ കീ കീയും. ഇങ്ങനെ പറഞ്ഞങ്ങ് പഠിക്കുക. നിങ്ങൾക്ക് ആ നിയമം പഠിക്കുന്നതിനെ കഴിയും എക്സാമ്പിൾ എല്ലാത്തിൻ്റെയും ഓരോ എക്സാമ്പിൾ ഒന്ന് പഠിച്ചു വയ്ക്കുമ്പം അതായിരിക്കും ഒന്നുകൂടെ എളുപ്പമായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇത്രയും നിയമം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആദ്യം പരിചയപ്പെട്ട ആ നിയമം മനസ്സിൽ വെച്ച് സെൻറ്റൻസുകൾ എഴുതണം. നമുക്ക് എന്താണെന്ന് നോക്കാം. അങ്ങനെ സെൻറ്റൻസുകൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.
അകർമ്മക ക്രിയകൾ വന്നാൽ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? അകർമ്മക ക്രിയ വന്നു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ലിംഗവചനം അനുസരിച്ച് ക്രിയ മാറും. നമുക്ക് ഒരു സെന്റൻസ് എഴുതി നോക്കാം. ഇനി ഈ ഇതനുസരിച്ചുള്ള സെന്റൻസുകളാണ് നമ്മൾ എഴുതുന്നത്. ഈസിയാണ്. ടെൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹിന്ദി കൈകാര്യം ചെയ്യാൻ കഴിയും. നോക്കാം. പെൺകുട്ടികൾ സ്കൂളിൽ പോയി. പെൺകുട്ടികൾ സ്കൂളിൽ പോയി. ഇപ്പോൾ നമുക്ക് എങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ച് പോവുക. പോവുക എന്നുള്ളത് ഏത് ക്രിയയാണ്? ക്യാ ഗെയി, എന്ത് പോയി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സകർമ്മകമാണോ അകർമ്മകമാണോ? എന്ത് പോയി എന്ന് പറഞ്ഞാൽ ആൻസർ ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് ക്രിയയാണ്? അകർമ്മക ക്രിയയാണ്. പെൺകുട്ടികൾ സ്കൂളിൽ പോയി. നമ്മൾ പഠിച്ചിട്ടുണ്ട്. പെൺകുട്ടികൾക്ക് വേണ്ടുന്നതാണ് പെൺകുട്ടികൾ. ലക്കിയ. ലക്കിയ. സ്കൂൾ എന്നുള്ളതിന് വേണ്ടതാണ് സ്കൂൾ തന്നെ. സ്കൂൾ, പാഠശാല. സ്കൂൾ. പോയി. പോവുക എന്നുള്ളതിന് നമ്മൾ എന്ത് വേണം പഠിച്ചത്? ജാന. അതിൻ്റെ പാസ്റ്റ് നമ്മളിപ്പോൾ പഠിച്ചാണ്. ജാന എന്നുള്ളത് ഗയ, ഗയെ, ഗെയി, ഗെയ്യും. ഇവിടെ പെൺകുട്ടികളാണ് ഇവിടെ വന്നത്. അതുകൊണ്ട് എന്താണ്? ഗെയ്യും. പെൺകുട്ടികൾ വന്നതുകൊണ്ട് ഗെയ്യും. അതെന്താണ് നോക്കാം. അവിടെ ലക്കിയാം, സ്കൂൾ, ഗെയ്യും. ഇവിടുത്തെ നിയമം എന്താണ്? സകർമ്മക ക്രിയ വരികയാണെങ്കിൽ കർത്താവിനോടൊപ്പം നേപ്രത്യം ചേർക്കണം. സകർമ്മക ക്രിയ വരികയാണെങ്കിൽ കർത്താവിനോടൊപ്പം നേപ്രത്യം ചേർക്കണം. അപ്പോൾ കർമ്മത്തിന്റെ ലിംഗവചനം അനുസരിച്ച് ക്രിയ മാറും. ഇവിടെ ക്യാ ഗെയി എന്ന് ചോദിച്ചാൽ ആൻസർ ഉണ്ടോ? എന്ത് പോയി എന്ന് ചോദിച്ചാൽ ആൻസർ ഇല്ല. ആര് പോയി എന്ന് ചോദിച്ചെങ്കിൽ ആൻസർ ഉണ്ടേ. പക്ഷെ അത് നിയമമില്ല. നമുക്ക് സകർമ്മക ക്രിയ അകർമ്മക ക്രിയ കണ്ടുപിടിക്കാൻ ക്യാ ചോദിക്കണം. കർമ്മത്തിനോ ക്രിയയ്ക്ക് മുന്നിൽ ക്യാ എന്ന് ചോദിക്കുമ്പോൾ ആൻസർ കിട്ടുകയാണെങ്കിൽ അത് സകർമ്മക ക്രിയ. അപ്പോൾ ഗെയ് എന്നുള്ളത് ക്രിയയാണ്. അതിനോട് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ആൻസർ ഇല്ല. ക്യാ ഗെയ് എന്ന് ചോദിച്ചപ്പോൾ ആൻസർ ഇല്ല. അപ്പോഴെന്താണിത്? സകർമ്മക അകർമ്മക ക്രിയ. അതുകൊണ്ടാണ് ഇവിടെ കർത്താവിനോടൊപ്പം നേപ്രത്യം ചേർക്കാഞ്ഞത്. അപ്പോൾ സ്കൂൾ എന്നുള്ളത് നേപ്രത്യം ഇല്ലെങ്കിൽ കർത്താവിന്റെ ലിംഗവചനം അനുസരിച്ച് ക്രിയ മാറും. ഇത് എന്ത് ക്രിയയാണ്? ഗയ എന്നുള്ള ക്രിയ എന്താണ്? അകർമ്മക ക്രിയ. അകർമ്മക ക്രിയ. ഗയ എന്നുള്ളത് അകർമ്മക ക്രിയയാണ്. അപ്പോൾ കർത്താവിനോടൊപ്പം നേപ്രത്യം വേണ്ട ക്രിയ കർത്താവിന്റെ ലിംഗവചനം അനുസരിച്ച്. ലൽക്കി എന്നുള്ളത് പെൺകുട്ടികളാണ്. അപ്പോൾ ഗയ, ഗെയി, ഗെയി, ഗയ, ഗയെ, ഗെയി, ഗെയ്യും. പെൺകുട്ടികൾ. സ്ത്രീലിംഗ ബഹുവചനം വന്നപ്പോൾ ഇവിടെ എന്തായിട്ട് മാറി? ഗെയ്യും എന്നായിട്ട് മാറി. അത് അകർമ്മക ക്രിയ. ഇനി നമുക്കൊരു സകർമ്മക ക്രിയ എഴുതി നോക്കാം. ഓരോ ക്രിയകൾ വെച്ചുള്ള സെന്റൻസുകൾ എഴുതുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇനി നോക്കിയേ. പ്രേംചന്ദ് കഥകൾ എഴുതി. പ്രേംചന്ദ് കഥകൾ എഴുതി. പ്രേംചന്ദ് കഥകൾ എഴുതി. എഴുതുക എന്നുള്ളതിന് വേർഡ് എന്താണ്? ലിഖിന. ലിഖ്. ലിഖ് എന്നുള്ളത് അകാരാന്തത്തിൽ അവസാനിക്കുന്നതാണ്. അപ്പോൾ അകാരാന്തത്തിൽ അവസാനിക്കുന്ന ക്രിയകൾ എങ്ങനെയാണ് പാസ്റ്റിൽ വരുന്നത്? ലിഖ്, ലിഖ, ലിഖേ, ലിഖി, ലിഖി എന്നാവും. അപ്പോൾ ഈ എഴുതുക എന്നുള്ളത് സകർമ്മകമാണോ അകർമ്മകമാണോ എന്താണ്? ഇത് ക്യാ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുക. ക്യാ ലിഖ എന്ന് നോക്കുമ്പോൾ ആൻസറിലേ ഉണ്ട്. കഥകൾ എന്നുള്ള ആൻസർ ഇവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇത് എഴുതുക എന്നുള്ള ക്രിയ എന്താണ്? സകർമ്മക ക്രിയയാണ്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. പ്രേംചന്ദ്. നമ്മുടെ നിയമം എന്താണ്? സകർമ്മക ക്രിയ ആണെങ്കിൽ കർത്താവിനോടൊപ്പം എന്ത് ചേർക്കണം? നേപ്രത്യം ചേർക്കണം. പ്രേംചന്ദിനെ കഥകൾ. കഹാനി, കഹാനിയാം. കഹാനി കഥ, കഹാനിയാം കഥകൾ. കഹാനിയാം. അപ്പോൾ കർത്താവിനോടൊപ്പം നേപ്രത്യം ചേർത്തുമ്പോൾ കർമ്മത്തിന്റെ ലിംഗവചനം അനുസരിച്ച് ക്രിയ മാറും. കഹാനി എന്നുള്ളത് സ്ത്രീലിംഗമാണ്. കഹാനിയാം സ്ത്രീലിംഗം ബഹുവചനമാണ്. ഇവിടെ ലിഖ, ലിഖേ, ലിഖി, ലിഖിയും. ലിഖിയുമാണ് ഇവിടെ എഴുതുന്നത്. പ്രേംചന്ദിനെ കഥ, കഹാനിയാം, ലിഖി. എന്താണ് ഇവിടെ? സകർമ്മക ക്രിയ. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് രണ്ട് രീതിയിലുള്ള സെന്റൻസുകൾ നമ്മൾ എഴുതുന്നത്. സകർമ്മക ക്രിയ ആണെങ്കിൽ കർത്താവിനോട് നേപ്രത്യം ചേർക്കേണ്ട. കർത്താവിന്റെ ലിംഗവചനം അനുസരിച്ച് ഇവിടെ ക്രിയ എഴുതണം. സകർമ്മക ക്രിയ ആണെങ്കിൽ നേപ്രത്യം കർത്താവിനോടൊപ്പം ചേർക്കണം. കർമ്മത്തിന്റെ ലിംഗവചനം അനുസരിച്ച് ക്രിയ അവിടെ എഴുതണം. ഇനി ഇതിന് വേറെ സാമാന്യ ഭൂതകാല ക്രിയ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? പെൺകുട്ടി സ്കൂളിൽ പോയി. അവിടെ കറക്റ്റ് സമയം കൊടുക്കുന്നില്ല. ഇവിടെ സാമാന്യ ഭൂതകാലാണെന്ന് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. പെൺകുട്ടി സ്കൂളിൽ പോയെന്നേ ഉള്ളൂ. സമയം എപ്പോഴാണെന്നില്ല. അതിൽ പ്രേംചന്ദ് കഥകൾ എഴുതി. കറക്റ്റ് സമയമില്ല. എപ്പോഴാണെന്നുള്ള കറക്റ്റ് സമയം അവിടെ
സൂചിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഇതെന്താണ്? സാമാന്യ ഭൂതകാല ക്രിയ. ഇനി ഇതിന് വേറൊരു നിയമമുള്ളത്, കർത്താവിനോടൊപ്പം നേപ്രത്യയം വരുമ്പോഴും, നേപ്രത്യമല്ല, കർത്താവിനോടൊപ്പം വിഭക്തി പ്രത്യയങ്ങൾ വരുമ്പോഴും കർമ്മത്തിനോടൊപ്പവും വിഭക്തി പ്രത്യയം വന്നാൽ ആ സെന്റൻസിലെ ക്രിയ എപ്പോഴും പുല്ലിംഗ ഏകവചനം ആയിരിക്കും. കർത്താവിനോടൊപ്പവും കർമ്മത്തിനോടൊപ്പവും വിഭക്തി പ്രത്യയങ്ങൾ വന്നാൽ ആ സെന്റൻസിലെ ക്രിയ എപ്പോഴും പുല്ലിംഗ ഏകവചനം ആയിരിക്കും. നമുക്ക് അതിനൊരു ഉദാഹരണം, എക്സാമ്പിൾ എഴുതി നോക്കാം. രമാനെ छात्रों को പഠായ. രമ കുട്ടികളെ പഠിപ്പിച്ചു. രമ നെ ഛാത്രോ കോ. ഇവിടെ കർത്താവ്, പ്രവൃത്തി ചെയ്യുന്ന ആളിനെയാണ് കർത്താവ് എന്ന് പറയുന്നത്. രമയോടൊപ്പവും, സബ്ജക്റ്റ് കർത്താവിനോടൊപ്പവും കർമ്മത്തിനോടൊപ്പവും എന്ത് വന്നു? വിഭക്തി പ്രത്യയങ്ങൾ വന്നു. ഇത് രണ്ട് വിഭക്തി പ്രത്യയങ്ങളാണ്. അവിടെ ഈ ഇങ്ങനെ വിഭക്തി പ്രത്യയങ്ങൾ വന്നു കഴിഞ്ഞാൽ ക്രിയ എപ്പോഴും പുല്ലിംഗം ഏകവചനത്തിലായിരിക്കും. പുല്ലിംഗം ഏകവചനത്തിലായിരിക്കും വിഭക്തി പ്രത്യയങ്ങൾ വന്നു കഴിഞ്ഞാൽ. കർത്താവിനോടൊപ്പവും കർമ്മത്തിനോടൊപ്പവും വിഭക്തി പ്രത്യയങ്ങൾ വന്നാൽ ക്രിയ എപ്പോഴും പുല്ലിംഗ ഏകവചനത്തിൽ ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ രമ വന്നിട്ടും പഠായ എന്നുള്ളത് ആയത്. അപ്പം എപ്പോഴും ഏത് ക്രിയ ആണെങ്കിലും, ഇപ്പം പീന എന്നുള്ളതിൻ്റെ പുല്ലിംഗ ഏകവചനം പിയ, ഇവിടെ പി ആയിരിക്കും എഴുതുന്നുണ്ട്. കുടിക്കുന്ന എന്തെങ്കിലും അതിനെക്കുറിച്ച് കാര്യം പറയുകയാണെങ്കിൽ അവിടെ പി ആയിരിക്കും. ഏത് ക്രിയയുടെ ആയാലും പുല്ലിംഗ ഏകവചന രൂപമായിരിക്കണം ഈ സെന്റൻസിൽ എഴുതുന്നത്. അതുപോലെ വേറൊരു നിയമം ഇതിനുള്ളത്, കർമ്മം ലുപ്തമായിരിക്കുമ്പോൾ, കർമ്മം ലോപിച്ചിരിക്കുമ്പോൾ, കർമ്മം അവിടെ വ്യക്തമല്ലെങ്കിൽ ആ ക്രിയയും പുല്ലിംഗ ഏകവചനം ആയിരിക്കും. അതിനൊരു ഉദാഹരണം നോക്കാം. ഹംനെ സുന. ഹംനെ സുന, ഞങ്ങൾ കേട്ടു. എന്താണ് കേട്ടതെന്ന് അവിടെ ഇല്ല. അവിടെ കർമ്മം ലുപ്തമാണ്. അപ്പോഴും ഇവിടെ എന്താണ്? പുല്ലിംഗം ഏകവചനമായിരിക്കും. ക്രിയ എപ്പോഴും പുല്ലിംഗം ഏകവചനമായിരിക്കും. ഇവിടെ കർമ്മ ലുപ്തമാണ്. അപ്പോഴും ഇവിടെ എന്താണ്? പുല്ലിംഗം, ക്രിയ പുല്ലിംഗം ഏകവചനം ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ നിയമം. അപ്പോൾ ഇതിന് 4 നിയമങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരുന്നാൽ മതി, മനസ്സിലിരുന്നാൽ മതി. പിന്നെ നമ്മൾ ആ അകാരാന്ത ഇകാരാന്ത വേടുകളിനോടൊപ്പം ഓരോ പുല്ലിംഗ ഏകവചനത്തിലും കോളം വരച്ച് നമ്മൾ എഴുതി കാണിച്ചില്ലേ, ആ നിയമങ്ങളും അറിഞ്ഞിരിക്കണം. ഇത് 4 നിയമങ്ങൾ മനസ്സിൽ ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് സാമാന്യ ഭൂതകാല ക്രിയ ഏത് സെന്റൻസ് വേണമെങ്കിലും, നിങ്ങൾക്ക് ഏത് ക്രിയ വെച്ച് വേണമെങ്കിലും എഴുതാൻ സാധിക്കും. ഒന്നാമത്തെ നിയമം എന്ന് പറഞ്ഞാൽ ക്രിയ സകർമ്മകമാണെങ്കിൽ കർത്താവിനോടൊപ്പം നേപ്രത്യയം ചേർക്കണം. അപ്പോഴും ക്രിയ കർമ്മത്തിൻ്റെ ലിംഗവചനമനുസരിച്ച് മാറും. രണ്ടാമത്തെ നിയമം, ക്രിയ അകർമ്മകമാണെങ്കിൽ കർത്താവിൻ്റെ ലിംഗവചനമനുസരിച്ച് ക്രിയ എഴുതണം. മൂന്നാമത്തെ നിയമം, കർത്താവിനോടൊപ്പവും കർമ്മത്തിനോടൊപ്പവും വിഭക്തി പ്രത്യയങ്ങൾ ചേർന്നാൽ ക്രിയ എപ്പോഴും പുല്ലിംഗ ഏകവചനത്തിൽ ആയിരിക്കും. നാലാമത്തെ നിയമം, കർമ്മം ലുപ്തമാകുമ്പോഴും ക്രിയ എപ്പോഴും പുല്ലിംഗ ഏകവചനത്തിൽ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ സാമാന്യ ഭൂതകാലം പഠിക്കാൻ. ഈസി ആയിട്ട് നമുക്ക് സാമാന്യ ഭൂതകാലം മാത്രം നിങ്ങളൊന്ന് ഒരു ശകലം ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി. ബാക്കി 5 പിരിവുകൾ ഈസിയാണ്. ഇതനുസരിച്ചാണ് ഈ സാമാന്യ ഭൂതകാല ക്രിയയ്ക്ക് വ്യത്യാസം വരുത്തി ഇനി സഹായക്രിയകൾ ചേർത്താണ് നമ്മൾ എന്തെഴുതുന്നത്, ബാക്കിയുള്ള ഭൂതകാല ക്രിയകളെല്ലാം എഴുതുന്നത്. അപ്പോൾ ടെൻസ് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്വന്തമായിട്ട് സെൻറ്റൻസുകൾ എഴുതാൻ പറ്റും. നിങ്ങൾക്കൊരു ലെസൺ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം സെൻറ്റൻസുകൾ എഴുതാൻ സാധിക്കും. അപ്പോൾ എല്ലാ ക്ലാസ്സും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. എൻ്റെ എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുക, കേൾക്കുക. ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ സ്ഥിരമായി കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതായിരിക്കും. കുറേ കുട്ടികൾ ഇങ്ങനെ ആവശ്യപ്പെട്ടതനുസരിച്ച് ട്യൂഷനൊക്കെ എടുക്കാനായാലും എങ്ങനെയായാലും നമുക്ക് പല കുട്ടികളെ പല സമയത്തും പല സ്കൂളിലെ കുട്ടികൾ അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് എല്ലാവർക്കും പ്രയോജനം ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഒരു ഓൺലൈൻ ക്ലാസ് തുടങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സഹകരിക്കുക, നല്ലതുപോലെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. എല്ലാ ക്ലാസ്സും എല്ലാം ഭംഗിയായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നല്ലതുപോലെ ശ്രദ്ധിച്ച് പഠിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ടെൻസാണ് പഠിച്ചത്. ടെൻസ് എന്ന് പറഞ്ഞാൽ ക്രിയ നടന്ന സമയത്തെക്കുറിച്ച് പറയുന്നതാണ്. 3 തരത്തിലുണ്ട്: ഭൂതകാല്, വർത്തമാനകാല്, ഭാവികാല്. ഭൂതകാലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയത് പാസ്റ്റ് ടെൻസ്, വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസ്, ഭാവികാലം ഫ്യൂച്ചർ ടെൻസ്. പിന്നെ ഭൂതകാലമാണ് നമ്മൾ ഫസ്റ്റ് ഭൂതകാലമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂതകാലത്തിന് 6 പിരിവുകളുണ്ട്: സാമാന്യ ഭൂതകാല്, ആസന്ന ഭൂതകാല്, പൂർണ്ണ ഭൂതകാല്, സന്ദിഗ്ധ ഭൂതകാല്,
ഖേദ് ഖേദുമത് അപൂർണ്ണ ഭൂതകാല് ഖേദ് ഖേദുമത് ഭൂതകാല്. അതിൽ ആ ഫസ്റ്റ് പിരിവായ സാമാന്യ ഭൂതകാലാണ് നമ്മൾ പഠിക്കുന്നത്. സാമാന്യ ഭൂതകാലത്തിലെ ഭൂതകാലത്തിൽ തന്നെ ഫസ്റ്റ് 4 പിരിവുകളിലൂടെ കർത്താവിനോടൊപ്പം നമ്മൾ നേപ്രത്യം ചേർക്കണം. അത് ഓരോന്നിനും നമ്മൾ പറഞ്ഞു പോകും. ഇപ്പോഴും സാമാന്യ ഭൂതകാലത്തിൻ്റെ നിയമങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലാസ് നല്ലതുപോലെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റുകൾ അയക്കണം, നല്ലതുപോലെ അറിയാത്തവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഉടനെ അടുത്ത ക്ലാസ് ഇതിൻ്റെ ബാലൻസ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.